ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു ലീഗൽ മാക്സിം പഠിച്ചാലോ? അത് രാവിലെ തന്നെ. നമ്മുടെ ക്രിമിനൽ ലോ എടുത്തു നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു മാക്സിമുണ്ട്. അതായത് നമ്മുടെ പീനൽ ലയബിലിറ്റിയുടെ ബേസ് അല്ലെങ്കിൽ കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് പീനൽ ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു മാക്സിമിലാണ്. അതാണ് ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസട്രിയ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ നല്ല രസമല്ലേ? അതിൻ്റെ മീനിങ്, ആൻ ആക്ട് ബൈ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് എ ക്രൈം അൺലെസ് ഇറ്റ് ഈസ് ഡൺ വിത്ത് ആൻ ഈവിൾ ഇൻറ്റൻഷൻ. മീനിങ് പറഞ്ഞപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് അത് അർത്ഥം ചെയ്യുന്നതെന്ന്. പ്രത്യേകിച്ചും ഒരു ക്രിമിനൽ കേസ് എടുക്കുമ്പോൾ നമുക്ക് അറിയാം അതൊരു ക്രൈമാണ്, അതിലൊരു ആക്ഷൻ ഉണ്ടായിരിക്കും, ഒരു ആക്ട് ഉണ്ടാവും. അപ്പം ആക്ടസ് റിയസ് എന്നുള്ളൊരു പദം ഇതിൽ നിന്ന് എടുക്കാം. ആക്ടസ് നോൺ ഫാസിട്രിയം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൽ ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ ആൻ ആക്ട് ബൈ ഇറ്റ് സെൽഫ്, ആ ക്രിമിനൽ ആക്ട് എന്താണോ അത്. പിന്നെ നിസി മെൻസിട്രിയ. അപ്പം ആ മെൻസ്ട്രിയ എന്ന് പറഞ്ഞാൽ ഗിൽറ്റി മൈൻഡ് അല്ലെങ്കിൽ ഈവിൽ ഇൻറ്റൻറ്റ്. ഒരാളുടെ മനസ്സിൽ ഇപ്പോൾ ഒരാൾക്കെതിരെ ദ്രോഹം ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ, അതിനെയാണ് മെൻസ്ട്രിയ എന്ന് പറയുന്നത്. ഇപ്പം ഓർഡിനറി കേസിൽ നമ്മൾ ചിലപ്പോൾ മെൻസ്ട്രിയ എന്നുള്ള വാക്ക് അധികം കേട്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ആക്ടസ് റിയസും വലുതായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും മെൻസ്ട്രിയ ഇല്ലായിരുന്നു ഈ കേസിൽ എന്നൊക്കെ പറഞ്ഞ് വക്കീലന്മാർ വാദിക്കുന്ന കേൾക്കാം. അപ്പോൾ മെൻസ്ട്രിയ എന്നുള്ള ടേം ഇവിടെ മീൻ ചെയ്യുന്നത് ഈവിൾ മൈൻഡാണ്. അപ്പോൾ ഒരു ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ റോഡിൽ കൂടെ ഒന്ന് നടക്കുകയാണ്. അപ്പം രാവിലെ നടക്കുമ്പോൾ നമ്മൾ അശ്രദ്ധമായിട്ട് നടന്നു, നമ്മൾ തട്ടി ഒരാൾ വീണു. ഫ്രണ്ടിൽ ഒരാൾ നടക്കുമായിരുന്നു, നമ്മൾ അശ്രദ്ധമായിട്ട് ഫോൺ നോക്കി നടന്നപ്പോൾ നമ്മളറിയാണ്ട് തട്ടി അയാൾ വീണു. നിർഭാഗ്യവശാൽ അയാളുടെ കൈ ഒടിഞ്ഞു. അവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻറ്റൻഷനും ഇല്ലായിരുന്നു അയാളെ തട്ടിയിടണമെന്നും അയാളുടെ കൈ ഓടിക്കണമെന്നും. അപ്പോൾ നമുക്കവിടെ മെൻസ്ട്രിയ ഇല്ല. അപ്പോൾ നമ്മളൊരു ക്രിമിനൽ കേസായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പൂർവ്വ വൈരാഗ്യമോ ഒരു തരത്തിലുമുള്ള ദേഷ്യവും ആ പേഴ്സണുമായിട്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആക്റ്റിൽ ഗിൽറ്റി മൈൻഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊരു ക്രൈമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദിസ് പേഴ്സൺ ക്യാൻ അപ്രോച്ച് എ സിവിൽ കോർട്ട് ഫോർ കോമ്പൻസേഷൻ. കാരണം നെഗ്ലിജൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത് നെഗ്ലിജൻസിൻ്റെ ബേസിൽ നമുക്കൊരു സിവിൽ ലോ ആയിട്ട് പോകാൻ പറ്റും. പക്ഷേ ഒരു ക്രിമിനൽ കേസായിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റില്ല. രണ്ടാമത് വരുവാണ്, നമുക്ക് മെൻസ്ട്രിയ ഉണ്ടോ എന്ന് നോക്കുക. ഈ പോകുന്ന ആൾ, അയാൾ കുറേ കാലമായിട്ട് നമുക്കറിയാം അയാളുടെ അടുത്ത് വളരെ ദേഷ്യമുണ്ട്. അയാളിങ്ങനെ രാവിലെ നടക്കാൻ ഇറങ്ങുന്നതിനൊക്കെ നമുക്ക് മനസ്സിൻ്റെ അകത്തൊരു ചെറിയൊരു ഈർഷ്യയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മനഃപൂർവ്വം നമ്മൾ അയാളെ തട്ടിയിട്ടു, അയാളെ കൈ ഒടിച്ചു. അപ്പോൾ അവിടെ ഒരു മെൻസ്ട്രിയ ഉണ്ട്. അപ്പോൾ ഈ മെൻസ്ട്രിയാണ് നമുക്ക് ക്രൈമിൽ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാക്സിമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ആക്ടസ് നോൺ ഫാസിട്രിയ നിസി മെൻസിട്രിയ എന്ന് പറഞ്ഞാൽ ആൻ ആക്ട് by itself is not a crime unless it is done with an evil intention. അപ്പോൾ വേറൊരു മാക്സിമമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.